ദിലീപിന് മുമ്പ് പീഡനക്കേസിൽ പ്രതിയായ മലയാളത്തിലെ പ്രമുഖ നടനാണ് ജഗതി ശ്രീകുമാർ. വലിയ കോളിളക്കമുണ്ടാക്കിയ വിതുര കേസിൽ പ്രതിയായിരുന്നു ജഗതി. തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയായിരുന്നു. അതിനുശേഷം മലയാള സിനിമാരംഗത്തെ നടുക്കിയ കേസാണ് ദിലീപ് 8ാം പ്രതിയായിരുന്ന നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസ്. ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ നീക്കം തുടങ്ങുകയാണ്. ജഗതി പ്രതിയായിരുന്ന കേസിൽ പെൺകുട്ടിക്ക് കേസ് അവസാനിപ്പിക്കേണ്ടി വന്നു എന്ന് അതിജീവിതയുടെ അഭിഭാഷകയായ ടി.ബി. മിനി പറയുന്നു. ആക്രമിക്കപ്പെട്ടവർ കേസ് കൊടുക്കാൻ മടിക്കുന്നതിന് ഒരു കാരണം ജീവിതകാലം മുഴുവൻ ആ സ്ത്രീ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നു എന്നതാണ്. ഇത്തരം കേസുകൾക്ക് അതിവേഗ വിചാരണ വേണമെന്ന് നമ്മൾ എപ്പോഴും പറയും. പക്ഷേ അത് നടക്കാറില്ല. പ്രതികൾ വമ്പന്മാരാണ് എങ്കിൽ അവരത് നീട്ടിക്കൊണ്ടുപോകും. 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് സ്പെഷ്യൽ കോടതികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും വേണ്ടത്ര ഉണ്ടായിട്ടില്ല. കടവന്ത്രയിൽ നടൻ ജഗതി ശ്രീകുമാർ പ്രതിയായ കേസിൽ ആ പെൺകുട്ടി കേസ് നടത്തുന്നത് തന്നെ അവസാനിപ്പിച്ചു. നമ്മളൊക്കെയും ചില സന്ദർഭങ്ങളിൽ അവൾക്കൊപ്പം എന്ന് പറയും. അതിനേ സാധിക്കൂ. അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷേ നടക്കുന്നത് അവൾ ഒറ്റയ്ക്കാണ്. കേസ് നടത്തുന്ന അവൾ ഒറ്റയ്ക്കാണ്. അവസാനം അവളും കുടുംബവും. കേസ് നടത്തുന്ന വക്കീലും മാത്രമേ ഉണ്ടാകൂ. നമ്മളെല്ലാവരും പല ജോലികളിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും വേഗത്തിൽ നീതി നിർവഹണ പ്രക്രിയ പൂർത്തിയാക്കണം. സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത് പ്രതികളെ ഒഴിവാക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ സമൂഹത്തിന് അത്രത്തോളം ഹാനികരമായിട്ടുള്ള ഈ കാര്യം ചെയ്ത ആരാണെങ്കിലും അത് എത്ര ഉന്നതരായാലും ശിക്ഷ ലഭിക്കണം, ടി.ബി. മിനി പറഞ്ഞു. ആക്രമിക്കപ്പെട്ട അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ടി.ബി. മിനി. നടിയെ ആക്രമിച്ച കേസിൽ ധാരാളം തെളിവുകൾ ഉണ്ടെന്നാണ് അന്നും ഇന്നും തൻ്റെ അഭിപ്രായം. ദിലീപും ദിലീപിൻ്റെ ആൾക്കാരും തന്നെ എയറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജു വാര്യർ മദ്യപാനിയാണ് എന്ന് താൻ പറഞ്ഞുവെന്നുള്ള പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നുവെന്നും ടി.ബി. മിനി ആരോപിക്കുന്നു.